കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 12 വയസ്സുകാരൻ മരിച്ചു. ഫറൂഖ് കോളേജ് ഇരുമൂളിപ്പറമ്പ് സ്വദേശി മൃദുൽ ആണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 ആയി. തുടക്കത്തിലൊരു തലവേദനയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവന് ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ വീട്ടിൽ തലവേദന എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ പറഞ്ഞു ബോൾ ഹെഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കളിയുടെ ഭാഗമായിട്ടാണെന്നാണ് കരുതിയത്. ബുധനാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചയാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഗുരുതരമായ സ്റ്റേജിലേക്ക് എത്തിയിരുന്നു. അവരവിടുന്ന് പിന്നെ സ്രവമൊക്കെ കുത്തിയെടുത്തപ്പോൾ അവർ പറഞ്ഞു ICUവിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ആ ICUവിൽ അവിടെ ഫറൂഖ് മെഡിക്കൽ കോളേജിൽ ബെഡ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റൽ ബേബി മോറൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് അവർക്ക് മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ആദ്യമായിട്ട് ചോദിച്ചത് കുളത്തിൽ കുളിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ആ ഒരു രീതിയിൽ അമീബിക് മെനിഞ്ചൈറ്റിസ് എന്നുള്ള രീതിയിലേക്ക് അവർ അസോസിയേറ്റ് ചെയ്യുകയും അതിൻ്റെ ചികിത്സ തുടങ്ങുകയും ചെയ്തു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മിഥില, എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്താണ് വീട്ടുകാർ പറയുന്നത്? വേണു, കഴിഞ്ഞ കുറച്ച് ദിവസമായി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മൃദുൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 11:30യോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഇന്നിപ്പോൾ 12 മണിക്ക് മൃദുലിന്റെ സംസ്കാരം നടക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ആളുടെ, അതായത് നാട്ടുകാരുടെ പ്രതികരണമാണ് കേട്ടത്. ആദ്യം തലവേദനയായിരുന്നു. പിന്നീട് അവിടെ തന്നെ ഫറൂഖ് കോളേജിനടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിച്ചു. അവിടെ നിന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചികിത്സയിലിടുന്ന കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയത്. അവിടെ നിന്ന് ഈ ലക്ഷണങ്ങൾ, അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടതോടെ ഇവൻ ഏതെങ്കിലും കുളത്തിൽ കുളിച്ചിരുന്നോ എന്നൊരു ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ 16, 17, 18 തീയതികളിൽ അച്ചംകുളത്തിൽ ഇവൻ കുളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെ ആ അച്ചംകുളം അടയ്ക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനും ഈ ഡോക്ടർ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് രാമനാട്ടുകര നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ കുളം അടച്ചു, പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് അവൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുകയും വെന്റിലേറ്ററിൽ കിടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഇന്നലെ രാത്രി 11:30യോടെ മരണം സംഭവിച്ചു. വലിയൊരു നടുക്കത്തിൽ തന്നെയാണ് ഒരു നാടുള്ളത്. അവൻ എല്ലാവരുമായും വളരെ അടുപ്പത്തിൽ പെരുമാറുന്ന ഒരു കുട്ടിയായിരുന്നു. ഒരു ഫുട്ബോൾ പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു സങ്കടകരമായ ഒരു കാഴ്ചയിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിലൂടെയാണ് ആ നാടിപ്പോൾ കടന്നു പോകുന്നത്. 12 മണിയോടെ തൊട്ടടുത്തുള്ള ഗോദീശ്വരത്തെ ശ്മശാനത്തിൽ മൃദുലിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.